ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് അരക്കില്ലത്തെക്കുറിച്ചിട്ടാണ്. പാണ്ഡവരുടെ ശക്തിയും അധികാരവും പ്രശസ്തിയും നാൾക്കുനാൾ വർദ്ധിക്കുന്നത് കണ്ട് കൗരവർക്ക് സഹിക്കാനായില്ല. എങ്ങനെയെങ്കിലും അവരെ നശിപ്പിക്കണം. ആദ്യം അവരെ ഹസ്തിനപുരിയിൽ നിന്ന് അകറ്റണമെന്ന് അവർ തീരുമാനിച്ചു. അതിന് ധൃതരാഷ്ട്രരെ പ്രേരിപ്പിച്ച് അങ്ങനെ വാരണാവതത്തിൽ ശിവോത്സവം നടത്തണമെന്ന് യുധിഷ്ഠിരനോട് ധൃതരാഷ്ട്രർ ആവശ്യപ്പെട്ടു. അവിടെ വാരണവതത്തിൽ പുരോചനൻ എന്ന ശില്പിയെക്കൊണ്ട് ഒരു മാളികയും കോട്ടയും പണി കഴിപ്പിച്ചു. അരക്കുകൊണ്ടാണ് അതുണ്ടാക്കിയത്. അതിനകത്തു വെച്ച് പാണ്ഡവരെ തീവെച്ച് കൊല്ലാനായിരുന്നു ദുര്യോധനൻ്റെ പദ്ധതി. ഒരു ദിവസം കുന്തിദേവി ഒരു അന്നദാനം നടത്തി. അതിനായി വന്നവരുടെ കൂട്ടത്തിൽ ഒരു കാട്ടാള സ്ത്രീയും 5 മക്കളും ഉണ്ടായിരുന്നു. അന്നദാനമൊക്കെ സ്വീകരിച്ച് അന്ന് അവിടെ തന്നെ അവർ കഴിഞ്ഞു. എല്ലാവരും ക്ഷീണിച്ചുറങ്ങുമ്പോൾ മാളികയ്ക്ക് തീ കൊടുക്കാൻ വേണ്ടി പുരോചനനും അവിടെ ഒളിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ ഭീമസേനൻ പുരോചനനെ പിടിച്ച് ഒരു മുറിയിലിട്ട് പൂട്ടി മാളികയ്ക്ക് തീ കൊടുത്തു. വിതുരരുടെ ഉപദേശമനുസരിച്ച് കോട്ടയുടെ അടിയിൽ കൂടി ഒരു തുരങ്കം നിർമ്മിച്ചിരുന്നു. അതിലൂടെ ഭീമൻ എല്ലാവരെയും ചുമലിലേറ്റി രക്ഷപ്പെടുത്തി. കാട്ടാള സ്ത്രീയും മക്കളും തീയിൽ വെന്തരിഞ്ഞ് കിടക്കുന്നത് കണ്ട് കുന്തിയും മക്കൾ 5 പേരും മരിച്ചുപോയി എന്ന് എല്ലാവരും കരുതി. അപ്പോൾ ഞാൻ പാഞ്ചാലി സ്വയംവരം കൂടി പറയാം. ഇതിൽ ഈ അരക്കല്ലതയെക്കുറിച്ചിട്ട് ഒരു ചെറിയ ഭാഗമേ ഉള്ളൂ. അപ്പോൾ പാഞ്ചാലി സ്വയംവരത്തിനെ പറ്റിയിട്ട് നോക്കാം. അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട പാണ്ഡവർ ഏകചക്ര എന്ന ഗ്രാമത്തിൽ താമസമുറപ്പിച്ചു. ആ സമയത്ത് പാഞ്ചാല രാജപുത്രിയുടെ സ്വയംവര വാർത്ത അവിടെ എത്തിച്ചേർന്ന ബ്രാഹ്മണിൽ നിന്നറിഞ്ഞ് പഞ്ചപാണ്ഡവരും ബ്രാഹ്മണരുടെ വേഷത്തിൽ സ്വയംവരം കാണാൻ പോയി. അർജുനനെ പോലെ ഒരു വില്ലാളിയെക്കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ മോഹം. അതിനുവേണ്ടി ഒരു പരീക്ഷയും ഏർപ്പെടുത്തി. അതിവേഗം കറങ്ങുന്ന ഒരു യന്ത്രം, അതിൽ ഘടിപ്പിച്ച ഒരു കൃത്രിമക്കിളി, പ്രത്യേകം തയ്യാറാക്കിയ വില്ലുകുലച്ച് യന്ത്രദ്വാരത്തിലൂടെ കിളിയെ എയ്തു വീഴ്ത്തുന്ന കുമാരനെ പാഞ്ചാലിയെ വേൽക്കാം. പ്രമുഖരായ പല രാജകുമാരന്മാരും ശ്രമിച്ചു, പരാജയപ്പെട്ടു. ആ വില്ലെടുത്ത് കുലയ്ക്കാൻ പോലും ആർക്കുമായില്ല. അപ്പോൾ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ നിന്ന് അർജുനൻ മുമ്പോട്ട് വന്നു. ആ യുവബ്രാഹ്മണനെ കണ്ടപ്പോൾ തന്നെ ശ്രീകൃഷ്ണനെ ആളെ മനസ്സിലായി. സന്തോഷമായി. അർജുനൻ ജ്യേഷ്ഠന്മാരെ വന്ദിച്ചു. ശ്രീകൃഷ്ണനെ നോക്കി വില്ലെടുത്ത് കുലച്ചു. അനായാസം ലക്ഷ്യം ഭേദിച്ചു. കൃത്രിമക്കിളി നിലത്തു വീണു. മറ്റു രാജാക്കന്മാരുടെ മനസ്സും വീണു. അവർക്കെല്ലാം അസൂയായി. തങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഒരു ബ്രാഹ്മണൻ. അവരെല്ലാവരും ഒത്തുചേർന്ന് അർജുനനെ എതിർത്തു. പാണ്ഡവരെല്ലാം ഒത്തുചേർന്ന് അവരെ അടിച്ചോടിച്ചു. പാണ്ഡവർ പാഞ്ചാലിയെയും കൊണ്ട് താമസ സ്ഥലത്തെത്തി. പുറത്തുനിന്ന് തന്നെ അവർ വിളിച്ചു പറഞ്ഞു, ഒരു വിശേഷപ്പെട്ട കാര്യം കിട്ടിയിട്ടുണ്ട് എന്ന്. അകത്തിരുന്ന കുന്തിദേവി കാര്യമറിയാതെ എല്ലാവരും കൂടി എടുത്തുകൊള്ളാൻ പറഞ്ഞു. പിന്നീട് കാര്യം മനസ്സിലായി. പക്ഷേ പറഞ്ഞ വാക്കു മാറ്റാൻ കഴിയില്ലല്ലോ. അങ്ങനെ പാഞ്ചാലി 5 പേരുടെയും ഭാര്യയായി. ദുര്യോധനന് വീണ്ടും സ്വൈരമില്ലാതെയായി. പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു. ധൃതരാഷ്ട്രരും വിഷമത്തിലായി. അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. പക്ഷേ ഭീഷ്മർ വിവരമറിഞ്ഞു. പാതിരാജ്യം പാണ്ഡവർക്ക് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചു. ഗത്യന്തരമില്ലാതെ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പാണ്ഡവർക്ക് പാതിരാജ്യം ലഭിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു അവർ താമസിച്ചത്. അസുരശില്പിയായ മയൻ നിർമ്മിച്ച മനോഹരമായ സഭാമണ്ഡപത്തിലിരുന്ന് യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിച്ചു. രാജസൂയം നടത്തി. എല്ലാ രാജാക്കന്മാരെയും കീഴടക്കിയ ശേഷമേ രാജസൂയം നടത്താൻ കഴിയും. രാജാക്കന്മാരെല്ലാം യുദ്ധം കൂടാതെ കീഴടങ്ങി. എതിർക്കാൻ നിന്ന മഹാപരാക്രമിയായ ജരാസന്ധനെ കൊന്നു. രാജസൂയം കഴിഞ്ഞ് മടങ്ങിയ ദുര്യോധനൻ്റെ മനസ്സ് അസൂയ കൊണ്ട് അത്യധികം കലങ്ങിയിരുന്നു. മയൻ നിർമ്മിച്ചു നൽകിയ ആ സഭാമണ്ഡപത്തിൽ വെച്ചുണ്ടായ അപമാനം സഹിക്കാൻ കഴിയുമായിരുന്നില്ല. സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കത്തക്ക നിർമ്മാണം. വെള്ളമില്ലാത്ത സ്ഥലത്ത് ഉണ്ടെന്ന് കരുതി മുണ്ടു ചുരുട്ടിക്കയറ്റി വെള്ളമുള്ള സ്ഥലത്ത് ഇല്ല എന്ന് കരുതി വീണ് വെള്ളം കുടിച്ചു. എല്ലാറ്റിനും പുറമെ രാജസൂയം കൊണ്ട് പാണ്ഡവർ നേടിയ പ്രശസ്തി. ഹരേ കൃഷ്ണ.
അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്തത് ചൂതുകളിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹരേ കൃഷ്ണ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.